രേണു സുധി കീമോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അതേ ഹോസ്പിറ്റലില് ഇന്നൊരു കീമോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റിന്റെ വോയിസ് റെക്കോർഡ് കേട്ടു ഞാൻ. അവര് പറയുന്നത് ഈ ക്യാൻസർ പേഷ്യൻസിന് ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ കുറെ സ്കീംസ് ഉണ്ട് അത്ര, ലൈക്ക് അവർക്ക് ഡിസ്കൗണ്ട്സ് ഉണ്ട്, അവർക്ക് കുറെ ഹെൽപ്ഫുൾ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. രേണു സുധി പറയുന്നത് ഞാൻ ഈ കോപ്പറേറ്റീവ് എല്ലാം കാണിച്ചത് എന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള പൈസക്ക്, ബട്ട് അതെല്ലാം വെറും കള്ളത്തരാണ്. അവളെ ഡ്രിങ്ക് ഉണ്ടല്ലോ, എന്തോ ഒരു ഡ്രിങ്ക് പറയല്ലോ, മൈ ഫേവറേറ്റ് ഡ്രിങ്ക്, അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി. സോ അതിനെല്ലാം വേണ്ടിയിട്ട് അവള് സ്പെൻഡ് ആക്കിയിട്ടുള്ളത്. അവള് 100 റുപ്യന്റെ ചെരുപ്പ് എടുത്തിട്ട് 30,000 റുപ്യന്റെ ചെരുപ്പ് എന്നെല്ലാം പറയുന്ന കള്ളത്തിയ പെരുങ്കള്ളിയാണ് അവള്. വായി തുറന്ന രേണു സുധി കള്ളത്രേ പറയുള്ളൂ. പിന്നെ ആ ഹോസ്പിറ്റലില് ക്യാമറാസ് ആർ നോട്ട് അലൗഡ് എന്ന്. പിന്നെ സീമ നായരെ കൂടെ രേണു സുധി എങ്ങനെ ബെഡിന്റെ മുകളിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അവളെ ഐഡിയില്. ഇതെല്ലാം ആ ഹോസ്പിറ്റൽ അതോറിറ്റീസ് അറിയുന്നുണ്ടാവില്ല. സോ ഇറ്റ് ഷുഡ് റീച്ച് ദാറ്റ് ഹോസ്പിറ്റൽ അതോറിറ്റീസ്. റെക്ലൈന് വെച്ചിട്ട് അവള് കളിക്കുക, ഇങ്ങനെ തട്ടി കളിക്കുക. അവൾക്ക് ഈ തട്ടല് ഭയങ്കര ഇതാന്ന് തോന്നുന്നു. ബിക്കോസ് കുറെ എനിക്കതെല്ലാം പറയണ്ട, അവൾ ആ ക്യാരക്ടറും എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. അവള് കുറെ തട്ടി കളിച്ചതും എന്തെല്ലാണെന്നുള്ള, ഒരാളെ തോളിൽ നിന്ന് ഇന്നൊരാളെ തോളിലേക്ക് തട്ടി തട്ടി കളിച്ചതാണ് ആൾക്കാർ അവളെ. സോ ആ അഭ്യാസം വെച്ചിട്ട് റെക്ലൈനോട് കളിക്കുന്നു. അതെല്ലാം ഒന്ന് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അറിയാമോളെ, നിന്റെ ഈ കളിയും ഇതിന്റെ ഈ പുച്ഛല്ല, ഒരു വാല്യൂ ഇല്ല നിനക്ക്. ആ രോഗത്തിനാണ് ഒരു മര്യാദ ഇല്ല. ഇപ്പോ എത്രയോ ആൾക്കാർ, വലിയ വലിയ ആൾക്കാർക്ക് അറിയുന്ന പോലെ ക്യാൻസർ വന്ന് അവരെത്ര സോഫ്റ്റ് ആയി അവർ ആ ട്രീറ്റ്മെന്റ് സിൻസിയർ ആയിട്ട് കഴിഞ്ഞ് അവർ റിക്കവർ ആയിട്ട് പണ്ടത്തെ അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ രേണുസുധി നീ വരും തോന്നുന്നില്ല. ബിക്കോസ് നിന്റെ ആ പുച്ഛം, രോഗത്തിനോടുള്ള പുച്ഛം, കീമോനോടാണ് എന്തല്ലോ പറയുന്നത്, കീമോ കുട്ട എന്നല്ല, ഇതെല്ലാണോ പറയേണ്ടത്? കീമോ കുട്ട. ഇവള് കണ്ട ആണുങ്ങളെല്ലാം അങ്ങനെ കുട്ട മോനെ എന്നെല്ലാം വിളിക്കുന്നത് ഒരു രോഗത്തിനും കൂടി അവള് വിളിക്കാൻ തുടങ്ങി. ഇവൾക്കൊരു ഡിസിപ്ലിൻ ഇല്ല ലൈഫിൽ. അതാണ് ഇവളെ ഈ കാട്ടിക്കൂട്ടല്. ഇപ്പോഴും അവള് വീഡിയോസ് അതേപോലെ വൾഗാരിറ്റിയിലൂടെ ചെയ്യുന്നു. അത്രക്ക് പണ്ടത്തെ അത്ര എക്സ്പോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എവിടെയോ കുറച്ചൊരു എന്തോ ഒരു ഭയം ഉണ്ടാവും അവൾക്ക് ഉള്ളിൽ തന്നെ. എന്തോ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതാണോ കർമ്മ എനിക്ക് തിരിച്ചടിക്കുന്നത്. പിന്നെ ഇപ്പോ കുരിശ് പിടിച്ചിട്ട് ഒരു ബിഷപ്പ് വന്നിട്ട് വലിയ വീമ്പളക്കുന്നുണ്ട്. കിച്ചുവിന്റെ പറ്റിയിട്ട് പറയുന്നു, കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ പറയുന്നതൊന്ന്, കിച്ചുവിനെ തൊട്ട് നോക്ക് ബിഷപ്പേ, നിങ്ങളാ കളി മനസ്സിലാവും നിങ്ങൾക്ക്. ബിഗ് ബോസില് രേണു സുധി പോയ സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞ? അവള് വാങ്ങി തുറന്ന കള്ളത്തരെ പറയുള്ളൂ. അവൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ല, അതില്ല, ഇതില്ല എന്നെല്ലാം പറഞ്ഞ കുറെ സ്റ്റോറീസ് അവളെ പറ്റി പറഞ്ഞു. അവളെ വാടക ചോദിക്കാൻ വേണ്ടി പോയപ്പോ അവളെ വായിന്ന് വന്ന തെറികളൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല. അന്നല്ല അവരെ അടിച്ച് പുറത്താക്കണ്ടായിരുന്നു. ഇല്ല, നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവള് വന്നപ്പോ നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയതിന്റെ ശേഷം നിങ്ങൾക്ക് എന്തായി? നിങ്ങളെ പോയിട്ട് അവളുടെ അടുത്ത് കുമ്പസരിച്ചോ അല്ല അവള് നിങ്ങളുടെ അടുത്ത് കുമ്പസരിച്ചോ? മാറ്റം നിങ്ങൾക്ക് കാണുന്നത്. ഓൾ അതേപോലെ ഉണ്ട്. നിങ്ങളിപ്പോ പറയുന്നത് അവള് പറയുന്നതെല്ലാം സത്യമാണ്. കിച്ചുവിന്റെ എന്തെല്ലാം ഉണ്ട്, കിച്ചുവിന്റെ എല്ലാ ബിഷപ്പേ ഉള്ളത്, നിങ്ങളതാണ് അവരുടെ അടുത്തുള്ളത്. അതാണ് നിങ്ങൾ സറണ്ടർ ആയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു തന്തക്ക് ജനിച്ച പോലെയല്ല നിങ്ങൾ. 8 മാസം മുമ്പേ പറഞ്ഞ കുറ്റങ്ങളല്ല ഇന്ന് പറയുന്ന അവള് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്ന്. ബിഷപ്പേ, നിങ്ങളെ വീട്ടിലത്തെ പെമ്പിള്ളറല്ല ഇങ്ങനെയാണോ ചെയ്യുന്നത്? ബാർ ഇനോഗ്രേഷൻസിന് അവിടെ പോയിട്ട് കൂത്താടുക, പിന്നെ സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങിയിട്ട് കാണിക്കാൻ പാടാത്ത എല്ലാം കാണിക്കുക, നക്കി കാണിക്കുക, കടിച്ചു കാണിക്കുക, എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ബിഷപ്പ് രസിച്ചു പോയി എന്ന് തോന്നുന്നു. ബിക്കോസ് ഈസ് എ ബാച്ചുലർ. അതാണ് എന്റെ ഒരു ഇത്. എന്റെ ഒരു വിശ്വാസം അയാൾ ഇന്നും ബാച്ചുലർ ആയിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം കണ്ടപ്പോ അയാൾക്ക് ഒരു കുളിർമ വന്നു. ആ കുളിർമ വന്നപ്പോ ഈ ചെക്കനോടുള്ള മേത്ത് ചാടിക്കേറിയിട്ടുള്ളത്. പിന്നെ ബിഷപ്പേ, ഇതിൽ നല്ല മനസ്സിലാവുന്നുണ്ട്
അവളൊരു ക്രിസ്ത്യാനും ഇവൻ ക്രിസ്ത്യൻ അല്ല എന്നുള്ളതിലാണ് നിങ്ങൾ ഈ കളി കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ രേണുസുതിക്കും ആ ജനിച്ച കുട്ടിക്കുമാണോ നിങ്ങൾ വീട് കൊടുത്തത്? അല്ല കിച്ചുനും ഋതപ്പനാണോ കൊടുത്തത്? ദാനം കൊടുത്ത വസ്തുവിന് അന്റെ വീട്ടിലേക്ക് ആൾക്കാർ വരട്ടെ, ഞാൻ നിൽക്കും, അന്റെ സ്ഥലത്തിൽ ആരും വന്ന് കയറരുത്. ഇവള് കള്ളും കുടിച്ച് രാത്രിയെല്ലാം ആണുങ്ങളായിട്ട് വരുമ്പോ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല? ബിക്കോസ് നിങ്ങൾക്ക് അവള് ചെയ്യുന്ന തെണ്ടിത്തരത്തിലെല്ലാം പങ്ക് കൂട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ മേ ബി നിങ്ങൾ അവളെ യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ ഇന്റൻഷനും അതായിരുന്നുണ്ടാവും. അതാണ് നിങ്ങൾ ഇങ്ങനെ ആള് മാറിയത്.